നമ്മളുടെ പ്രിയങ്കരനായ വാത്സല്യനിധിയായ കൺകണ്ട ദൈവമായ വലിയപ്പച്ചൻ നമ്മെ വിട്ടകന്നിരിക്കുകയാണ്. ആർക്കണ്ട ഇന്നത്തെ കുറി? നമ്മുടെ ജർമ്മനിയിലെ സഭാട്ടിയുടെ അപ്പന. അതിനങ്ങനെ കുടിയും വഴിയുമില്ലാത്ത ആളായിരുന്നല്ലോ. അതയാള് വേഗം പോയത്. നമ്മെ വിട്ടകന്നിരിക്കുകയാണ് നമ്മുടെ വാത്സല്യനിധിയായ പിതാവ്, പ്രിയപുത്രൻ നമ്മെ വിട്ടകന്നിരിക്കുകയാണ്. ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വിനീതമായി അറിയിച്ചു കൊള്ളുന്നു. ഈ നാടിന്റെ സ്വന്തം മരോട്ടിക്കപ്പറമ്പിൽ ഇട്ടിയച്ചൻ നമ്മെ വിട്ടകന്നിരിക്കുകയാണ്. പ്രിയ നാട്ടുകാരെ, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വൈകിട്ട് കാണാട്ടോ. ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് ഓൺലൈനിൽ അയച്ചതാ നിനക്കാ? അല്ലേ ഇളയപ്പനാ? നിന്റെ കല്യാണത്തിനിടാം. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിന് പങ്കെടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. കൊളസ്ട്രോളും ഷുഗറും വരാതിരിക്കാൻ വേണ്ടി ജൈവ പച്ചക്കറി മാത്രം കഴിച്ച ആളാ. പോണ പോക്ക് കണ്ടില്ലേ? ഭയങ്കര ഫീലിങ്സ് ആയി പോയി. ഈ ഒരു പൈൻറ്റ് വാങ്ങിച്ചോളൂ. ചുമ്മാ തിരിന്നേ സങ്കടം കൊണ്ടല്ലടാ ഉണ്ടായിരുന്നേ. വാ നമുക്ക് ബാക്കിയുള്ള പണിയെടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് മോനി കട്ടി. ഇതെന്താ ചാച്ചപ്പൻ ചേട്ടാ? ഇത് നമ്മ പണ്ട് ടൊയോറ്റ കമ്പനിക്ക് അയച്ചു കൊടുത്ത ഡിസൈനാണ്. നീ വിളിക്കല്ലേ? കാറിന്റെ സ്റ്റിയറിങ്ങിന് പകരം വിമാനത്തിലേതുപോലെ കൺട്രോൾ സ്റ്റിക്കാക്കാനുള്ള ഡിസൈനാണ്. എന്നിട്ട് എന്താകാനാ? അവന്മാരത് കീറി കളഞ്ഞാണ്. എടാ അല്ലേലും ജീൻസ് വിട്ട് ഇംഗ്ലീഷും പറഞ്ഞ് നടന്നാലല്ലേ കാര്യമുള്ളൂ. എടാ മനസ്സേ, എന്നെപ്പോലെയും നിന്നെപ്പോലെയും തലവരയില്ലാത്തവന്മാർ എന്തു വരച്ചാലും വെള്ളത്തി വരച്ച വരെയാണ്. നിനക്കെന്തു തോന്നി മാന്ത്രിക പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ. എവിടെയായിരുന്നു കാറ്റെ? കുംഭമേളയ്ക്ക് പോയതാ. ചെന്ന് പെട്ടത് ജല്ലിക്കെട്ടാണോ? എന്നാ പിന്നെ കാളപ്പോരാവട്ടെ. നാട് തണ്ടി നാടറിഞ്ഞു നടക്കുന്നു നീ ആരടാ കാറ്റ്? കൊതിയാവുന്നടാ കാറ്റ്. കാറ്റുപോലെ പാറിപ്പറന്ന് നടക്കാൻ കൊതിയാവുന്ന ആരാടാ നിനക്ക് ഈ പേരിട്ടെ? ആരോ ആ തെണ്ടിയെ കൊല്ലണം. ഗംഭീരം അല്ലേ? പറ ജസി, നിനക്കെന്തു തോന്നി പെത്തടിൻ തുന്നിയ മാന്ത്രിക പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ ഉത്തൊങ്കതങ്ങളിൽ പാർവതി ശങ്കര തൃഷ്ണകവും നേടിക്കിടച്ചാൾ. കാറ്റിവിടെ വരുമ്പോ ആദ്യം ഈ പാട്ട് പാടുന്നുണ്ടെന്നറിയാമോ? പാട്ടല്ലടാ, കവിത. കുരുവിപ്പുഴ ശ്രീകുമാറിന്റെ ജസി. കുരിപ്പഴല്ലടാ, ജെസി എന്റെ KV ജെസി. ചാച്ചപ്പൻ പാട്ടിന സുണ്ടോ? പാട്ടല്ല, ഈ ജെസി ചാച്ചന്റെ കാമുകിയാ. കാമുകിയോ? 9ാം ക്ലാസ്സിൽ വെച്ച് ഒന്നിച്ചു പഠിച്ച ചാച്ചപ്പൻ ചേട്ടന്റെ കാമുകിയാ. എന്താടാ എനിക്ക് പ്രേമുണ്ടായ കുഴപ്പം? ഞാൻ സുന്ദരനാണെന്നുള്ള കുറഞ്ഞ ഒന്നുകൂടെ പറ. ജസി, നിനക്കെന്തു തോന്നി പെത്തടിൻ തുന്നിയ മാന്ത്രിക പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ ഉത്തൊങ്കതങ്ങളിൽ പാർവതി ശങ്കര തൃഷ്ണകവും നേടിക്കിടച്ചാൾ നിറങ്ങവേ. പൊള്ളണ ചൂടാണല്ലോ മാതാവേ. ഇപ്പൊ എല്ലായിടത്തും പനിയാ. പനി മാറൂന്ന് പറഞ്ഞ് നല്ല ബ്രാൻഡി കുടിയാ ചേച്ചി. ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നു, ഇഞ്ചി കുരുമുളക് ഇട്ട് കുടിക്കുന്നു. എന്തായാലും നല്ല പുകില. കയ്യിലുള്ള കാശ് തീർന്നപ്പോ സർക്കാർ ആശുപത്രിയുടെ തിണ്ട കയറി നിരങ്ങുക. അമ്മച്ചി, ബിജു ഡോക്ടറില്ലെങ്കിൽ നമുക്ക് EMC ഹോസ്പിറ്റലിൽ പോകട്ടാ. ഏത് ഡോക്ടറെ കാണാനാ? ചേച്ചി ബിജു ഡോക്ടർ, ഫിസിഷ്യൻ. പേരെന്താ? സാറ. ഏജ്? 52. 100 rupees. 34 ആണ് നമ്പർ. 34 ആണല്ലേ? ഇങ്ങനെ
അടിക്കടാ. മാറിയിട്ടിരിക്കാൻ വയ്യ. കുറച്ച് സെല്ലിൻ്റെ അടുത്ത് അടിക്കടാ. നാറാത്തടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ലടാ. നമ്മളിവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. 3 ലക്ഷത്തിൻ്റെ കോണ്ടാക്റ്റാ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെടെ എന്തിനാടാ കാശ്? കാശുള്ള ആരെങ്കിലും രക്ഷപ്പെട്ടിട്ട് അവനൊക്കെ കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ചൊറിഞ്ഞുകൊണ്ട് വരിക. എനിക്ക് വല്ലവൻ്റെ പടിവാതിൽ പട്ടിയെ പോലെ കാത്തിട്ട് കിടക്കുന്നു. ഇഷ്ടമല്ലേ കേട്ടാ? കിട്ടിയോടാ. ഓർഡറായി. അതെ, പുതിയ ആള് ചാർജ് എടുത്തെന്നാ പറയുന്നത്. ഭയങ്കര സ്ട്രിക്റ്റാന്നാ കേൾക്കുന്നത്. ഞങ്ങൾ സ്ട്രിക്റ്റാ അല്ലടാ ബി. എന്റെ പൊന്ന് ചാച്ചമ്മ ചേട്ടാ കുളമാക്കരുതേ. ഒരെണ്ണം ഒഴിക്കടാ. വേറെന്ത് കിട്ടാനാ? നിനക്ക് നമ്മുടെ കപ്പയാരുടെ മോള് ബ്രിജിത്താൻ ഓർമ്മയില്ലേ? എടി ആ തടിച്ചിയേ വേറെ പോലെ ഇരുന്നവളാ. എഴുപുന്നയിലെ തരകന്റെ വീട്ടിൽ കെട്ടിക്കേറി ചെന്നപ്പോഴേ പെണ്ണ് കയറി അങ്ങ് തെളിഞ്ഞി. തരകന്റെ മോനെയാ അവള് പ്രേമിച്ചത്. നീ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചേരും തരവും നോക്കിയിട്ട് മതി ഇട്ടോ പെണ്ണെ. ഇനിയിപ്പോൾ രക്ഷപ്പെടണമെങ്കിലേ അതേ ഒരു വഴിയുള്ളൂ. പിടിക്കുമ്പോ കാശുള്ളവനെ നോക്കി പിടിക്കണം. എന്ന് ചേച്ചിക്ക് പിടിക്കാൻ പാടില്ലായിരുന്നോ? ഗൾഫുകാരനാന്ന് പറഞ്ഞാ കെട്ടിയത്, പിന്നല്ലേ തനിക്കോണം മനസ്സിലായത്. എന്റെ തലയിലെടുത്ത് ഇവക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇനിയൊക്കെ അവക്കിട്ട് ഇഷ്ടം. അമ്മായിയുടെ മോളുടെ പൗത്യസ് വിളിച്ചിട്ടില്ലേ? സാറയില്ല മോളെ. അമ്മച്ചി ആരാണ്ടൊക്കെ വന്നേക്കണ്. എന്തിനാണെന്ന് ചോദിക്കടി. പിരിവാണെങ്കിൽ പിന്നെ വരാൻ പറ. വാ, പിരിവുകാരല്ല, പഴയ പരിചയക്കാരാ. ഇതെന്നാ മീൻ പുഴവറ്റയാണോ? അയിലയാ, കണ്ടാലറിഞ്ഞൂടെ? ചെറുക്കനെന്ത്? വർക്ക്ഷോപ്പില്. ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. ഇത് ഗീവറു, ഇത് ഞാനാ, ഇത് സാറാ, നിന്റെ അമ്മയാ. അപ്പനമ്മയും ചവിട്ടുനാട തറച്ചാ പ്രേമിക്കുന്നത്, അതറിയാവോ മോക്ക്? കാറൽസ്മാൻ ചരിതം, അതിന്റെ ഫോട്ടോ ഒക്കെ സാറുടെ ഉണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ ഞാൻ പണ്ടേ കീറിക്കളഞ്ഞു. ഞങ്ങളെല്ലാം കൂടി നമ്മുടെ പഴയ യുവജന ചവിട്ടുനാടക കലാസമിതി ഒന്നുകൂടെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കാറൽസ്മാൻ ഒന്നുകൂടെ കളിക്കണം. അതിൽ സാറ വേണം രാജ്ഞിയായിട്ട് തട്ടേ കയറാൻ. ഞാനില്ലേ, മാറി. അമ്മച്ചീനെ ഞങ്ങള് സമ്മതിപ്പിച്ചോളാം. അപ്പച്ചൻ പോയ പിന്നെ അമ്മച്ചി ഇങ്ങനെയാ. ആണോ? ആ, ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാനും ചേട്ടായി ഒരുപാട് ശ്രമിച്ചതാ. നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിക്കോ, അമ്മച്ചി വരും. ശരി മോളെ, വാ. ആ ചെറുക്കനെ ഞാനൊന്ന് വഴിയിലിട്ട് വളഞ്ഞായിരുന്നു, അവൻ നമ്മുടെ കൂടെ നിൽക്കും. ആ പെങ്കൊച്ചി മിടിക്കുക. അത് പിന്നെ കലാരക്തല്ലേ? അതെ അതെ.